ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് തിയറി ഓഫ് സ്ട്രക്ചേഴ്സിൻ്റെ 4th മൊഡ്യൂളിലെ ലാസ്റ്റ് പോർഷനാണ് എടുക്കുന്നത്. ഈ ഒരു ക്ലാസ്സോടുകൂടി നമ്മുടെ തിയറി ഓഫ് സ്ട്രക്ചേഴ്സിൻ്റെ എല്ലാ പോർഷൻസും കംപ്ലീറ്റ് ആവുകയാണ് കേട്ടോ. അപ്പോൾ അതിൽ SFT BMT പെൻഡിങ് ഉണ്ടായിരിക്കും. അത് ഞാൻ മാക്സിമം എടുത്തു തരാനായിട്ട് ശ്രമിക്കാം. ഷിയർ സ്ട്രെസ് ഇൻ ബീംസ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അതും ഇത് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവില്ല. പക്ഷേ ഇതിൽ നിന്ന് സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. ആ 2 ക്വസ്റ്റ്യൻ മാത്രമാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം, ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഓക്കെ. അതുപോലെ ഷിയർ സ്ട്രെസ്സിന്റെ ഇക്വേഷൻ കാണാനുള്ള ഡെറിവേഷനും കാര്യങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അതൊക്കെ ഒഴിവാക്കി ഏറ്റവും ഷോർട്ടായിട്ടുള്ള ക്ലാസ് ആയിട്ടാണ് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? തിയറി ഓഫ് സ്ട്രക്ചേഴ്സിന്റെ 4th മൊഡ്യൂളിലെ ലാസ്റ്റ് പോർഷൻ, ഷിയർ സ്ട്രെസ് ഇൻ ബീംസ്. നമ്മൾ ബീമിന്റെ ഫെയിലിയർ ഒക്കെ പഠിക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു, ബീം ബെൻഡിങ് ഫെയിലിയർ ഉണ്ടാവാം, അതായത് ഫ്ലെക്ചറൽ ഫെയിലിയർ ഉണ്ടാവാം, അതുപോലെ ഷിയർ സ്ട്രെസ് കാരണം ഒരു ഫെയിലിയർ ഉണ്ടാവാം എന്ന് പറഞ്ഞിരുന്നു അല്ലെ. ആ 2 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താണ് ഷിയർ സ്ട്രെസ് എന്ന് നോക്കാം. ഇവിടെ നോക്കൂ, ഇവിടെ ഒരു കാൻഡിലിവർ ബീം കാണുന്നുണ്ടായിരിക്കും. ഈ കാൻഡിലിവർ ബീം 3 ഷീറ്റുകളായിട്ട് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്ന പോലെയാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ. കാൻഡിലിവേർഡ് ബോർഡ് 3 എണ്ണം ഇതുപോലെ അടുക്കി വെച്ചിരിക്കുന്നതായിട്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ഇതിന്റെ ഫ്രീ എൻഡിൽ ഒരു ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ, ഈ രണ്ടാമത്തെ ഫിഗറിൽ കാണുന്നത് പോലെ ഒരു ലോഡ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഫ്രീ ആയിട്ട് അടുക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഈ 3 ലെയറും അല്ലെങ്കിൽ ഈ 3 ബോർഡും ഫ്രീ ആയിട്ട് അടുക്കി വെച്ചിരിക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയി നിൽക്കുകയാണല്ലോ, ഓരോ ബോർഡും ഇൻഡിപെൻഡന്റ് ആയി നിൽക്കുകയാണ്. സോ നമ്മളുടെ ലോഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫിഗറിൽ കാണുന്നത് പോലെ ഇവിടെ നിന്ന് സ്ലൈഡ് ചെയ്ത് നിൽക്കുന്ന പോലെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഈ എൻഡ് പോർഷൻ നോക്കി നോക്കൂ. ഈ ഒരു രീതിയിലാണ് ആ ബീം ബെൻഡ് ചെയ്യുന്നത്. ഒന്നുകൂടെ ക്ലിയർ ആവാനായിട്ട് ഈ ഫിഗറിലേക്ക് നോക്കുക. ഈ ഓരോ ലെയറും ഇതുപോലെയാണ് ബെൻഡ് ചെയ്ത് നിൽക്കുക. ഓക്കെ, നിങ്ങൾക്കത് ഇമാജിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാവും. ഈ ഇതിലെ കേസിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ ഈ ബോർഡുകൾ തമ്മിൽ ഒരു ബോണ്ട് കൊടുത്തിട്ടില്ല. അതായത് ഓരോ ലെയറും ഫ്രീ ആയിട്ടാണ് നിൽക്കുന്നത്, ഗ്ലൂ ചെയ്തിട്ടൊന്നുമില്ല, പശ വെച്ച് ഒട്ടിച്ചിട്ടൊന്നുമില്ല, ഫ്രീ ആയിട്ടാണ് ഇരിക്കുന്നത്. ആ ഒരു കേസിൽ നമ്മൾ ഫ്രീ എൻഡിൽ ലോഡ് കൊടുക്കുമ്പോഴാണ് ഈ രീതിയിൽ അത് സ്ലൈഡ് ചെയ്യുന്ന എഫക്ട് മാത്രമായിട്ട് വരുന്നത്. ഓക്കെ. ഇനി ഈ കേസ് നോക്കൂ, ഈ ഒരു സെക്കൻഡ് ഫിഗറിലേക്ക് വന്ന് നോക്കൂ. ഇവിടെ എന്താന്ന് വെച്ചാൽ ഈ ഓരോ ബോർഡും നമ്മൾ ബോണ്ട് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ അതിനിടയ്ക്ക് ആ ലെയറുകൾക്കിടയിൽ പശ വെച്ച് തേച്ച് ബോണ്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ വെക്കുന്ന കേസിൽ അതെങ്ങനെയാണ് ഫ്രീ എൻഡിൽ ലോഡ് കൊടുക്കുമ്പോൾ ബെൻഡ് ചെയ്യുന്നത്? ഒരുമിച്ചാണ് ബെൻഡ് ചെയ്യുന്നത് അല്ലേ. ഓക്കെ, ക്ലിയർ ആണോ? ഒരുമിച്ചാണ് ബെൻഡ് ചെയ്യുന്നത്. 2 രീതിയിലാണ് അത് ബെൻഡ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഈ ഒരു കേസിൽ നമ്മുടെ ഓരോ ലെയറും നമ്മൾ ഒരു ഗ്ലൂ വെച്ച് ബോണ്ട് ചെയ്തിട്ടുണ്ട്. സോ ഒരു ലെയറിന് വേറൊരു ലെയറിൽ ഒരു സപ്പോർട്ട് ഉണ്ട്. ഓക്കെ. അപ്പൊ ആ സപ്പോർട്ട് വന്ന സ്ഥിതിക്ക് അവിടെ ഈ ബെൻഡിങ്ങിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും. ദാറ്റ് സ്ട്രെസ് ഈസ് നോൺ ആസ് ഷിയർ സ്ട്രെസ്. ഓക്കെ. ആ സ്ട്രെസ്സിനെ പറയുന്ന പേരാണ് ഷിയർ സ്ട്രെസ്. ഈ ഫിഗറിലാണ് നോക്കുന്നതെങ്കിൽ ഇവിടെ നമ്മൾ ഒരു ബോർഡിന് വേറൊരു ബോർഡുമായിട്ട് ഒരു സപ്പോർട്ട് ഇല്ല, ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ആ ലെയറുകൾക്കിടയിൽ ഗ്ലൂ ചെയ്തിട്ടൊന്നുമില്ല, അത് ഇൻഡിവിജ്വലായി ഇൻഡിപെൻഡന്റ് ആയി നിൽക്കുന്ന കാരണം ഇത് ബെൻഡ് ചെയ്യുമ്പോൾ അവിടെ ഷിയർ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യില്ല. അത് ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്ത് സ്ലൈഡ് ചെയ്ത് പോകുന്നു എന്നുള്ള ഒരു എഫക്ട് മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. അവിടെ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നില്ല. പക്ഷെ ഈ ഒരു കേസിൽ നമ്മുടെ ഓരോ ലെയറും ബോണ്ട് ചെയ്തിട്ടുണ്ട്. ആ 2 ലെയറുകൾക്കിടയിൽ നമ്മൾ പശ വെച്ച് ബോണ്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ കേസിൽ ഒരു ലെയർ വേറൊരു ലെയറിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ഫ്രീ എൻഡിൽ ലോഡ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എക്സ്റ്റേണൽ ലോഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഈ രീതിയിലായിരിക്കും ബെൻഡ് ചെയ്യുന്നത്. ആൻഡ് എ സ്ട്രെസ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ബിറ്റ്വീൻ ദി ലെയേഴ്സ്. ദാറ്റ് സ്ട്രെസ് ഈസ് നോൺ ആസ് ഷിയർ സ്ട്രെസ്. ഓക്കെ. ആ സ്ട്രെസ്സിനെയാണ് നമ്മൾ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഷിയർ സ്ട്രെസ് ഏതെങ്കിലും ഒരു സെക്ഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏതെങ്കിലും ഒരു ലെയറിൽ ഉണ്ടാകുന്ന ഷിയർ സ്ട്രെസ് കാണാനായിട്ട് ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ ഇതാണ്. ടോ എന്ന് പറഞ്ഞ ഷിയർ സ്ട്രെസ്സിനെ ഡിനോട്ട് ചെയ്യാനാണ് ടോ ഇസ് ഈക്വൽ ടു FA y bar divided by IB. FA y bar divided by IB. അപ്പോൾ ഇവിടെ ഞാൻ ഒരു സർക്കുലർ സെക്ഷനാണ് എടുത്തിരിക്കുന്നത്.
ഈ സർക്കുലർ സെക്ഷന്റെ ന്യൂട്രൽ ആക്സിസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ന്യൂട്രൽ ആക്സിസ് കാണാനായിട്ട് സാധിക്കും. എന്നിട്ട് ഷിയർ സ്ട്രെസ് അറ്റ് എനി ലെയർ ഇൻ എ സെക്ഷൻ എന്നാണല്ലോ. അപ്പൊ ഞാൻ എടുത്തിരിക്കുന്ന ലെയർ XX ആണ്. ഓക്കെ, ഈ XX എന്നുള്ള ലെയർ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഈ XX എന്നുള്ള ലെയറിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ Y എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഈ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള ലെയറിന്റെ മുകളിലുള്ള പോർഷന്റെ ഏരിയ ആണ് A എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഞാൻ ഹാച്ച് ചെയ്ത് വരച്ചിട്ടുള്ള ഭാഗം നമ്മൾ കൺസിഡർ ചെയ്യുന്ന സെക്ഷന്റെ അല്ലെങ്കിൽ കൺസിഡർ ചെയ്യുന്ന ലെയറിന്റെ മുകളിലുള്ള പോർഷന്റെ ഏരിയയാണ് A എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളത്. അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ആണ് ഇവിടെ കാണുന്നത്. ഈ ഒരു ഡോട്ട് ആയിട്ട് ഇവിടെ കാണുന്നത് അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ആണ്. ഈ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ലെയറിന്റെ മുകളിലുള്ള ഏരിയയുടെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ന്യൂട്രൽ ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് y ബാർ. ഓക്കെ, അപ്പൊ ഓരോന്നും എന്താണെന്ന് ഒന്നുകൂടി ക്ലിയർ ചെയ്യാം. ടോ എന്ന് പറയുന്നത് ഷിയർ സ്ട്രെസ് അറ്റ് എ ഫൈബർ. ഏതെങ്കിലും ഒരു ഫൈബറിലുള്ള ഷിയർ സ്ട്രെസ് ആണ് ടോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. F എന്ന് പറയുന്നത് ഷിയർ ഫോഴ്സ് ആക്ടിങ് അറ്റ് എ ഗിവൺ സെക്ഷൻ. അവിടെ ആക്ട് ചെയ്യുന്ന ഷിയർ ഫോഴ്സ് അത് നമുക്ക് പ്രോബ്ലത്തിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തരും. ഷിയർ ഫോഴ്സ് നമുക്ക് പ്രോബ്ലത്തിൽ ഡയറക്റ്റ് ആയിട്ട് തരുന്നതാണ്. Then A is the area of the section above the fiber, which means that നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫൈബറിന്റെ മുകളിലുള്ള ഭാഗത്തിന്റെ ഏരിയ. അപ്പൊ ഇവിടെ ഞാൻ XX ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിന്റെ മുകളിലുള്ള ഭാഗത്തെ ഏരിയ. ഈ ന്യൂട്രൽ ആക്സിസിന് താഴെയാണ് നമ്മൾ XX എടുക്കുന്നതെങ്കിൽ അതിന് താഴെയുള്ള ഏരിയ. ഓക്കെ, then y bar എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഓഫ് ദ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ ഏരിയ ഫ്രം ന്യൂട്രൽ ആക്സിസ്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഏരിയയുടെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ന്യൂട്രൽ ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, ഫിഗറിൽ നിന്ന് മാർക്ക് ചെയ്തതെന്ന് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. Then I is the moment of inertia of whole section about the neutral axis. കൂടെ സർക്കുലർ സെക്ഷൻ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പൊ സർക്കുലർ സെക്ഷന്റെ കേസിൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ എത്രയാണ് നമുക്കറിയാം അല്ലെ? 5d4/64. അപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സെക്ഷൻ ഏതാണോ അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ് I എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് D is the width of fiber. അപ്പൊ ഇവിടെ നമ്മൾ XX എന്നുള്ള ഫൈബറാണ് എടുക്കുന്നെങ്കിൽ ആ ഫൈബറിന്റെ വിഡ്ത്ത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഒരു ഡെറിവേഷനും കാര്യങ്ങളൊന്നും നമുക്ക് പഠിക്കാനില്ല. ജസ്റ്റ് ഇത്രയും ഭാഗമാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. ഇക്വേഷൻ എന്താണെന്ന് അറിയണം, ഈ ഫിഗർ വരയ്ക്കാൻ അറിയണം, ദെൻ ഓരോ ടേമും എന്താണെന്ന് മനസ്സിലാക്കണം. ഈ ഓരോ ടേമും എന്താണെന്ന് മനസ്സിലാക്കുന്നതിലാണ് ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് നമുക്ക് ഈസി ആവുള്ളൂ. ഈ ടേംസ് ഓരോന്നും മനസ്സിലാക്കിയാൽ മാത്രം. കാരണം A എന്ന് പറയുന്നത് എന്താണ്, ആ സെക്ഷന്റെ ഏരിയ അല്ല, നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫൈബറിന്റെ തൊട്ട് മുകളിലോ ഇനി ന്യൂട്രൽ ആക്സിസിന്റെ താഴെയാണ് നമ്മൾ സെക്ഷൻ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിന് താഴെയോ ഉള്ള പോർഷന്റെ ഏരിയ ആണ് A എന്ന് പറയുന്നത്. അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്ക് ന്യൂട്രൽ ആക്സിസിൽ നിന്നുള്ള ഡെപ്ത് ആണ് y ബാർ എന്ന് പറയുന്നത്. പിന്നെ B എന്ന് പറയുന്നത് വിഡ്ത്ത് ഓഫ് ഫൈബർ എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ലെയറിന്റെ വിഡ്ത്ത് ആണ്. ഇത്രയാണ് ഇതിൽ ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ I എന്ന് പറയുന്നത് ഹോൾ സെക്ഷന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ. F എന്ന് പറയുന്നത് നമുക്ക് പ്രോബ്ലത്തിൽ തരും. ഇറ്റ് ഈസ് ദ ഷിയർ ഫോഴ്സ് ആക്ടിങ് അറ്റ് എ ഗിവൺ സെക്ഷൻ. O is the shear stress. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. ഓക്കെ, ഇനി നമുക്ക് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. പ്രോബ്ലം ഇതാണ്. A rectangular beam 100 mm wide and 300 mm deep is subjected to maximum shear force of 60 kilonewton meter. Determine. First problem ഇതാണ്. Shear stress distribution in the beam and maximum shear stress. Then B, shear stress at 30 mm above neutral axis. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. നമ്മുടെ തന്നിട്ടുള്ള പ്രോബ്ലം വെച്ചുള്ള ഡയഗ്രാം ആണ് നമ്മൾ വരച്ചിരിക്കുന്നത്. റെക്ടാങ്കുലർ ബീം ആണ്, അതിന്റെ വിഡ്ത്ത് 100ഉം ഡെപ്ത് 300ഉം ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ ന്യൂട്രൽ ആക്സിസ് വരുന്നത്. ആ ന്യൂട്രൽ ആക്സിസിൽ നിന്ന് ഇതിന്റെ ഏറ്റവും ടോപ്പിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 150 ആയിരിക്കും. ഓക്കെ, ഇനി നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത് ഡിറ്റർമൈൻ ദ ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഇൻ ദ ബീം ആൻഡ് മാക്സിമം ഷിയർ സ്ട്രെസ്. അതാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതില് y എന്ന് പറയുന്നത് ജസ്റ്റ് d/2 ഓവറോൾ ഡെപ്ത് ബൈ 2, അത് 300/2 = 150 mm എന്ന് നമുക്ക് കിട്ടും. ദെൻ മൊമെന്റ് ഓഫ് ഇനർഷ്യ, റെക്ടാങ്കുലർ സെക്ഷന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ നമുക്ക് അറിയാവുന്നതാണ്, vdq/12.
ബി എന്ന് പറയുന്നത് 100, ഡി എന്ന് പറയുന്നത് 300 ബൈ 12 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊമെന്റ് ഓഫ് ഇനേർഷ്യ കിട്ടും. ഇനി ഷിയർ സ്ട്രെസ് കാണാനുള്ള ഇക്വേഷൻ ടോ ഇസ് ഈക്വൽ ടു എഫ് എ വൈ ബാർ ബൈ ഐ ബി. നമ്മുടെ ഫസ്റ്റ് പ്രോബ്ലം ഇതാണ്, ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഇൻ ദ ബീം ആൻഡ് മാക്സിമം ഷിയർ സ്ട്രെസ്. നമ്മുടെ ഈ ബീമിന്റെ ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ വരയ്ക്കണം ആൻഡ് മാക്സിമം ഷിയർ സ്ട്രെസ് എവിടെയായിരിക്കും എന്ന് കണ്ടുപിടിക്കണം. അപ്പൊ അതിനായിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കുക. നമ്മുടെ ഈ ഒരു ഫിഗറിൽ ടോപ്പ് ഫൈബർ ഇതായിരിക്കും അല്ലെ. ഇപ്പൊ ഞാൻ ഈ കേഴ്സർ നിങ്ങളെ പോയിന്റർ മൂവ് ചെയ്യുന്ന ഭാഗം കാണുന്നുണ്ടാവും. ഇതാണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ എടുക്കാൻ പറ്റുന്ന ടോപ്പ് ഫൈബർ എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമായിരിക്കും. അതിന് മുകളിലെ ഏരിയ ഉണ്ടോ? നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഈ റെക്ടാങ്കുലർ സെക്ഷന്റെ ടോപ്പ് ഫൈബർ ആയിട്ട് നമ്മൾ ഈ ഒരു ലെയർ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ മുകളിലോട്ട് ഏരിയ ഇല്ല. സോ ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് എ എന്നുള്ള ടേം എന്തായി? 0 ആയി. ഈ എ എന്നുള്ള ടേം 0 ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നതും 0 ആയി അല്ലെ. എ 0 ആയി കഴിഞ്ഞാൽ ഷിയർ സ്ട്രെസ്സും 0 ആയി. അതായത് ഈ ഒരു സെക്ഷനിലെ ടോപ്പ് ഫൈബറിൽ ഷിയർ സ്ട്രെസ് എന്താണ്? 0 ആണ്. എഗെയിൻ ബോട്ടം ഫൈബർ എടുത്തു എന്ന് വിചാരിക്കും. നമ്മൾ ഈ ബോട്ടം ഫൈബർ ആയിട്ട് എടുക്കുക ഇതായിരിക്കും അല്ലെ. അപ്പൊ ഈ ബോട്ടം ഫൈബർ ഇതായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഇതിന്റെ താഴെയുള്ള പോർഷന്റെ ഏരിയ ആണ്. താഴെ പോർഷൻ ഒന്നുമില്ല. സോ അവിടെ ഏരിയ 0 ആണ്. അഗെയിൻ ടോപ്പ് 0 ആയി. അതിന്റെ അർത്ഥം നമ്മൾ ഈ ഒരു സെക്ഷൻ ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഷിയർ സ്ട്രെസ് ഏറ്റവും മുകളിലെ ഫൈബറിലും ഏറ്റവും ബോട്ടത്തിലെ ഫൈബറിലും 0 ആയിരിക്കും. ഓക്കെ, പിന്നെ നമുക്ക് ഇനി ഓരോ ലെയർ എടുത്ത് നോക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇതൊരു സിമെട്രിക്കൽ സെക്ഷൻ ആയതുകൊണ്ട് സിമിലർ ആയിട്ട് തന്നെയാണ് വരിക. സോ നമുക്ക് ന്യൂട്രൽ ആക്സിസിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ന്യൂട്രൽ ആക്സിസിലെ ഷിയർ സ്ട്രെസ് എത്രയായിരിക്കും ചെക്ക് ചെയ്യാം. ന്യൂട്രൽ ആക്സിസിലെ ഷിയർ സ്ട്രെസ് എത്രയാണെന്ന് നോക്കാം. അതിന് നമുക്ക് തന്നിട്ടുള്ള ഷിയർ ഫോഴ്സ് എത്രയാ? 60 കിലോ ന്യൂട്ടൺ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഷിയർ ഫോഴ്സ് 60 കിലോ ന്യൂട്ടൺ ആണ്. പിന്നെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് 225 × 10⁶ mm/4 നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. ദെൻ വിഡ്ത്ത് എന്ന് പറയുന്നത് 100 mm. അതെങ്ങനെ കിട്ടി? നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫൈബർ ന്യൂട്രൽ ആക്സിസിലാണ് അല്ലെ. ഇപ്പൊ നിങ്ങൾക്ക് ഈ പോയിന്റർ മൂവ് ചെയ്യുന്നത് കാണുന്നുണ്ടാവും. ഇത് ഇവിടുത്തെ ഫൈബർ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഇവിടുത്തെ ഫൈബറിന്റെ വിഡ്ത്തിന്റെ എത്രയായിരിക്കും? 100 mm. ദെൻ ഏരിയ എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫൈബറിന്റെ തൊട്ട് മുകളിലുള്ള പോർഷന്റെ ഏരിയ. ഓക്കെ, അത് എത്രയായിരിക്കും? 100 × 150. ഈ ഒരു പോർഷന്റെ ഏരിയ അല്ലെ, 100 × 150. അപ്പൊ നമുക്ക് ഏരിയ കിട്ടി. ദെൻ വൈ ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫൈബറിന്റെ തൊട്ട് മുകളിലുള്ള ഏരിയയുടെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്ക് ന്യൂട്രൽ ആക്സിസിൽ നിന്നുള്ള ഹൈറ്റ്. അപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫൈബർ ഇതാണ് അല്ലെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഏരിയ തൊട്ട് മുകളിലെ പോർഷന്റെ ഏരിയ ഈ പോയിന്റർ മൂവ് ചെയ്യുന്ന ഇത്രയും ഭാഗമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഇവിടെ ഒരു പോയിന്റ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ സെന്റർ ഓഫ് ഗ്രാവിറ്റി. അപ്പൊ ഇതിന്റെ ഈ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്ക് ന്യൂട്രൽ ആക്സിസിൽ നിന്നുള്ള ഹൈറ്റ് ആണ് വൈ ബാർ എന്ന് ഉദ്ദേശിക്കുന്നത്. അത് എത്രയായിരിക്കും? ഈ ഒരു ഫിഗർ പ്രകാരം എത്രയായിരിക്കും? റെക്ടാങ്കുലർ സെക്ഷൻ ആയതുകൊണ്ട് പകുതിയിലായിരിക്കും അല്ലെ. സോ 150/2 75 mm. ഓക്കെ, ഇപ്പൊ നമുക്ക് എല്ലാ ടേംസും ആയല്ലോ. എഫ് ആയി, ഏരിയ ആയി, വൈ ബാർ ആയി, ഐ വാല്യൂ കണ്ടുപിടിച്ചു ആൻഡ് വിഡ്ത്ത് ഈസ് ഓൾസോ നോൺ. നമ്മൾ അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എഫ് എന്ന് പറയുന്നത് 60 × 10³ കാരണം നമുക്ക് കിലോ ന്യൂട്ടണിലാണ് തന്നിരിക്കുന്നത്. നമ്മൾ ന്യൂട്ടണിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ ഏരിയ 15,000 × വൈ ബാർ എന്ന് പറയുന്നത് 75, ഐ എന്ന് പറയുന്നത് 225 × 10⁶, ബി ഈസ് 100. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? 3 Nm/mm² എന്ന് ആൻസർ കിട്ടി. ഇത് എവിടുത്തെ വാല്യൂ ആണ്? ന്യൂട്രൽ ആക്സിസിലെ വാല്യൂ ആണ്. ന്യൂട്രൽ ആക്സിസിലെ വാല്യൂ ആണ് 3 എന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിന്റെ ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ വരയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ എങ്ങനെ വരയ്ക്കാം? നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതാണ് നമ്മുടെ റെഫറൻസ് ലൈൻ. ഇനി ഇതിന്റെ ടോപ്പ് ഫൈബറിൽ ഇവിടെ 0 ആണ്, അതുപോലെ തന്നെ ബോട്ടം ഫൈബറിലും 0 ആണ്. മാക്സിമം എവിടെയാണ് വരുന്നത്?
ഈ ഒരു ന്യൂട്രൽ ആക്സിസിലാണ് മാക്സിമം വരുന്നത്. മാത്രമല്ല ഇതിന്റെ ഡെറിവേഷൻ സമയത്ത് ഒരു കാര്യം മനസ്സിലാക്കുക, അത് നമുക്ക് പഠിക്കാനില്ല. ഇതിന്റെ വേരിയേഷൻ ഒരു പരാബോളിക് വേരിയേഷൻ ആയിരിക്കും എല്ലായ്പ്പോഴും. ഓക്കെ, ഈ ഒരു ഷേപ്പിലുള്ള വേരിയേഷൻ ആണ് ഇതിന് കിട്ടുക. അപ്പോൾ ഈ ടോപ്പ് ഫൈബറിലും 0 ആണ്, ബോട്ടം ഫൈബറിൽ 0 ആണ്. ആൻഡ് ഇവിടെയാണ് നമുക്ക് മാക്സിമം ഷിയർ സ്ട്രെസ് കിട്ടുന്നത്. എത്ര? 3 Newton/mm². 3 Newton/mm² എന്നുള്ള വാല്യൂ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിന് നമുക്ക് ഈ ഒരു രീതിയിൽ വരയ്ക്കാൻ, ഇങ്ങനെയാണ് ഇതിന്റെ ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഇവിടെ 0 ആണ്, അഗെയിൻ ഇവിടെ 0 ആണ്. ഈ വാല്യൂ എന്ന് പറയുന്നത്, ഈ വാല്യൂ, ഈ ന്യൂട്രൽ ആക്സിസിലെ ഈ വാല്യൂ എന്ന് പറയുന്നത് 3 Newton/mm² ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലത്തിന്റെ ഫസ്റ്റ് പോർഷൻ ആൻസർ ചെയ്യുന്നത്. ഇനി നമ്മുടെ അടുത്ത് രണ്ടാമത്തെ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നതാണ്, സെയിം പ്രോബ്ലം ആണ് കേട്ടോ. രണ്ടാമത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ന്യൂട്രൽ ആക്സിസിൽ നിന്ന് ഒരു 30 mm മുകളിലുള്ള ഒരു ലെയറിന്റെ ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സെയിം പ്രൊസീജിയർ ആണ്. നമ്മുടെ റെക്ടാങ്കുലർ ബീമാണ്, വിഡ്ത്ത് 100 ആണ്, ഡെപ്ത് 300 ആണ്. അതിന്റെ ന്യൂട്രൽ ആക്സിസ് ഇതായിരിക്കും. അപ്പൊ അതിന്റെ y എന്ന് പറയുന്നത് 150. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 30 mm മുകളിലുള്ള പോർഷനിലെ ലെയറിലെ ഷിയർ സ്ട്രെസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ 30 mm എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും. ഓക്കെ, ഇത്രയാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പോൾ അതിന് തൊട്ട് മുകളിലുള്ള പോർഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ബ്ലൂ കളറിൽ കാണുന്നത്, ഈ ഒരു ബ്ലൂ കളറിൽ കാണുന്ന ഭാഗത്തിന്റെ ഏരിയ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നോക്കൂ, അപ്പോൾ 120 mm ആയിരിക്കും ഈ ഒരു പോർഷന്റെ ഡെപ്ത് എന്ന് പറയുന്നത്. 150 - 30 120. ആൻഡ് അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഇതാണ്. അപ്പോൾ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത്? y ബാർ എന്ന് പറയുന്നത്. അപ്പൊ നോക്കുക, നമുക്ക് F തന്നിട്ടുണ്ട് 60 kN, I നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. വിഡ്ത്ത് നമുക്കറിയാം 100 ആണ്, കാരണം ഇപ്പോഴും കൺസിഡർ ചെയ്യുന്ന ലെയർ ഏതാണ്? ഇതാണ് അല്ലെ, ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ലെയർ. അതിന്റെ വിഡ്ത്ത് 100 തന്നെയാണ്. ദെൻ ഏരിയ എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫൈബറിന്റെ തൊട്ട് മുകളിലുള്ള പോർഷന്റെ ഏരിയ ആണ് നമ്മൾ എടുക്കേണ്ടത്. ദാറ്റ് ഈസ് 100 × 120. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഏരിയ 100 × 120 ചെയ്തു. ദെൻ y ബാർ എന്ന് പറയുന്നത്, ഈ y ബാർ എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഏരിയന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്ക് നമ്മുടെ ന്യൂട്രൽ ആക്സിസിൽ നിന്നുള്ള ഡെപ്ത് ആണ് അല്ലെ. സോ നമുക്ക് എങ്ങനെ എഴുതാം? 30 + 120/2 എന്ന് എഴുതാം. ഓക്കെ, ഈ ഒരു ലെയർ വരെ 30 ആണ്. ഇനി ഈ ഒരു റെക്ടാങ്കുലർ പോർഷന്റെ പകുതി, റെക്ടാങ്കുലർ പോർഷന്റെ പകുതിയിലായിരിക്കും അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി അല്ലെ. സോ നമുക്ക് 30 + 120/2 എന്ന് എഴുതാം. 90 mm എന്ന് കിട്ടി. നമ്മുടെ എല്ലാ ടേമും ആയല്ലോ. എന്നിട്ട് നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 × 10⁵. ഏരിയ എന്ന് പറഞ്ഞാൽ 12,000. y ബാർ എന്ന് പറയുന്നത് 90 ബൈ I എന്ന് പറയുന്നത് 225 × 10⁶ ഇൻറ്റു B എന്ന് പറയുന്നത് 100. നമ്മുടെ വാല്യൂ എത്ര കിട്ടി? 2.88 എന്ന് നമുക്ക് വാല്യൂ കിട്ടി. 2.88. അപ്പൊ നമുക്ക് നേരത്തെ കിട്ടിയത് എത്രയായിരുന്നു? നേരത്തെ നമുക്ക് കിട്ടിയത് ഇങ്ങനെയായിരുന്നു അല്ലെ. മാക്സിമം വാല്യൂ എവിടെയായിരുന്നു? നേരത്തെ കിട്ടിയതിന്റെ മാക്സിമം വാല്യൂ ന്യൂട്രൽ ആക്സിസിലായിരുന്നു അല്ലെ. അത് എത്രയായിരുന്നു ന്യൂട്രൽ ആക്സിസിൽ? ഈ വാല്യൂ എന്ന് പറയുന്നത് 3 Newton/mm² ആണ്. 3 Newton/mm². ഇനി 30 mm ഹൈറ്റില് എന്ന് പറയുമ്പോൾ ഇത് ഏകദേശം ഇവിടെ വരും അല്ലെ. ഈ ഒരു പോർഷനിലെ വാല്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. എത്ര? ഈ ഒരു വാല്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് 2.88. ഇങ്ങനെ നമുക്ക് ഓരോ ലെയറിലെയും, ഇവിടെയുള്ള ഓരോ ലെയറിലെയും ഷിയർ സ്ട്രെസ് ഈ ഒരു ഇക്വേഷൻ വെച്ച് ഇതുപോലെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഈ ഫിഗർ കൂടെ വരക്കണം കേട്ടോ. ഈ ഫിഗർ കൂടെ വരച്ചാൽ മാത്രമേ ഈ പ്രോബ്ലം കംപ്ലീറ്റ് ആവുള്ളൂ. ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രം എന്നാണ് ഇതിനെ പറയുന്നത്. ഇതെല്ലാം പാരാബോളിക് വേരിയേഷൻ, പാരാബോളിക് കർവ് ആയിരിക്കും ഉണ്ടാവുക, സ്ട്രേറ്റ് ലൈൻ ആയിരിക്കില്ല. പാരാബോളിക് കർവ് ആയിരിക്കും. അത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. നമുക്ക് ഡിറൈവ് ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനെപ്പറ്റി പറയുന്നത്. നമുക്ക് ഡെറിവേഷൻ ഇല്ലാത്ത കാരണമാണ്. സോ ഈ ഒരു പോയിന്റ് ഓർത്ത് വെക്കുക. ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് പാരാബോളിക് കർവ് ആയിരിക്കും.
അത് ഓർത്ത് വയ്ക്കാം. ഈ ഒരു ഫിഗർ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യിക്കണം കേട്ടോ. ഈ ഒരു ഫിഗർ കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ദെൻ നമ്മൾ നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവുകയാണ്. ഇതൊരു ഐ സെക്ഷന്റെ പ്രോബ്ലം ആണ്. ഇപ്പൊ റെക്ടാങ്കുലർ സെക്ഷൻ നോക്കി, ഇനി ഒരു ഐ സെക്ഷൻ. ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. A beam of I section has flanges 150 mm, 20 mm and web 300 mm by 10 mm. Sketch the shear stress distribution across the section for a shear force of 10 kilonewton. നമുക്ക് ഐ സെക്ഷന്റെ ക്രോസ് സെക്ഷണൽ ഡീറ്റെയിൽസ് ആണ് തന്നിരിക്കുന്നത്. അഗെയിൻ ഷിയർ ഫോഴ്സ് തന്നിട്ടുണ്ട് 10 kilonewton. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് അതിന്റെ ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ വരയ്ക്കാനാണ്. അപ്പൊ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഐ സെക്ഷൻ. ഈ ഐ സെക്ഷനെ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നതാണ് ഫ്ലാഞ്ച്. ഇത് ടോപ്പ് ഫ്ലാഞ്ച്, ബോട്ടം ഫ്ലാഞ്ച്, ഇത് വെബ്. ഓരോന്നിന്റെയും ഡയമെൻഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. തന്നിരിക്കുന്നത് ഫ്ലാഞ്ചിന്റെ ഡയമെൻഷൻ 150/20. അപ്പൊ ഇത് 150, ഇത് 20. അഗെയിൻ താഴത്തെ ഫ്ലാഞ്ച് ഇത് 150, ഇത് 20. ദെൻ വെബ് എന്ന് പറയുന്നത് 300 × 10. അതായത് ഇതിന്റെ മാത്രം ഡയമെൻഷൻ ആണ് 300 ആൻഡ് ഇതിന്റെ തിക്നെസ് ആണ് 10. ഞാൻ അത് മാർക്ക് ചെയ്തിട്ടില്ല. ഇതിന്റെ തിക്നെസ് 10 ആണെന്ന് ഓർത്ത് വെക്കാം. ഇനി ഇതിന്റെ സിമ്മട്രി ഉള്ള കാരണം തന്നെ y എന്ന് പറയുന്നത് 340/2 ആയിരിക്കും. 340 എങ്ങനെ കിട്ടിയത്? ഓവറോൾ ഡെപ്ത് ആണ് അല്ലെ. അതായത് ഇത്രയും 300 ആണ്, ഇത് 20 ആണ്, ഇവിടെ 20 ആണ്. സോ 300 + 20 + 20 അങ്ങനെയാണ് 340 കിട്ടിയത്. അപ്പൊ ഇതിന്റെ y എന്ന് പറയുന്നത് 340/2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് y കിട്ടി 170 mm. ഈ മൊമെന്റ് ഓഫ് ഇനേർഷ്യ, ഈ ഒരു ഐ സെക്ഷന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാണാൻ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. നമ്മൾ തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ ഇത് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു വലിയ റെക്ടാങ്കിളിൽ നിന്ന് ചെറിയ ഈ രണ്ട് റെക്ടാങ്കിൾ മൈനസ് ചെയ്താൽ മതി. ഞാൻ ഈ പോയിന്റർ മൂവ് ചെയ്യുന്നത് ശ്രദ്ധിക്കാം. ഈ രണ്ട് ചെറിയ റെക്ടാങ്കിള് മൈനസ് ചെയ്താൽ നമുക്ക് ഈ ഒരു ഐ സെക്ഷന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കിട്ടും. അപ്പൊ അങ്ങനെ ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റൽ ബി എന്ന് പറയുന്നത് 150 ഇൻറ്റു ക്യാപിറ്റൽ ഡി എന്ന് പറഞ്ഞ 340. അഗെയിൻ സ്മോൾ ബി എന്ന് പറയുന്നത് ഇതാണ് സ്മോൾ ബി അല്ലെ. അപ്പൊ 150 - 10 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ രണ്ട് ഭാഗത്തെയും കിട്ടും. നമുക്ക് ഒരു ഭാഗത്തെ മതി. സോ /2 ഇൻറ്റു വെബിന്റെ ഹൈറ്റ് 300 ³ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ ഐ സെക്ഷന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കിട്ടി. 176.3 × 10⁶ mm/4. ദെൻ ടോ കാണാനുള്ള ഇക്വേഷൻ FA_y⁴/IB. ഇത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ ടോപ്പ് ഫ്ലാഞ്ച് കൺസിഡർ ചെയ്യാണ്. ഈ ടോപ്പ് ഫ്ലാഞ്ച് മാത്രം കൺസിഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് അല്ലെ ടോപ്പ് ഫ്ലാഞ്ച്. അപ്പൊ അത് 150, അതിന്റെ ന്യൂട്രൽ ആക്സിസ് ഇതാണ്, വിഡ്ത്ത് 20 ആണ്. അപ്പോൾ ഇതിന്റെ സെൻട്രോയിഡിലേക്കുള്ള ഡിസ്റ്റൻസ് ഇതാണ് y⁴. ഇവിടെ ശ്രദ്ധിച്ചു നോക്കൂ, നമ്മൾ ഇതിന്റെ ഈ ഒരു ടോപ്പ് ഫ്ലാഞ്ചിന്റെ ടോപ്പ് ഫൈബർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിന്റെ തൊട്ട് മുകളിൽ ഏരിയ ഇല്ല. സോ ആ ടോപ്പ് ഫൈബർ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടോപ്പ് ഫൈബറിന്റെ ഷിയർ സ്ട്രെസ് നമുക്ക് 0 എന്നായിരിക്കും കിട്ടുക. കാരണം ഏരിയ 0 ആയത് കാരണം. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? നെക്സ്റ്റ് ടോപ്പ് ഫ്ലാഞ്ചിന്റെ ബോട്ടത്തിലേക്ക് വരികയാണ്. ടോപ്പ് ഫ്ലാഞ്ചിന്റെ ബോട്ടത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ആക്ട് ചെയ്യുന്ന ടോപ്പ് ഫൈബറിൽ അതിന് തൊട്ട് മുകളിലേക്ക് പിന്നെ ഏരിയ ഇല്ലാത്ത കാരണം നമുക്ക് ഷിയർ സ്ട്രെസ് 0 ആയി കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ അതിന്റെ ബോട്ടം ഫൈബർ, ഈ ഒരു ഫൈബർ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. അപ്പൊ അവിടുത്തെ അതിന് തൊട്ട് മുകളിൽ ഏരിയ ഉണ്ട് അല്ലെ. സോ അവിടെ ഷിയർ സ്ട്രെസ് എന്തായാലും ഉണ്ടായിരിക്കും. അത് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എഫ് എത്രയാണെന്നറിയാം, 10 kN. അതുപോലെ ഐ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 176.3 × 10⁶. അതൊരു വിഡ്ത്ത് എന്ന് പറയുന്നത് ഇതാണ്. ഈ പോയിന്റർ മൂവ് ചെയ്യുന്ന ഭാഗം അവിടുത്തെ ഫൈബറാണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. സോ അതിന്റെ വിഡ്ത്ത് 150. ഇനി ഏരിയ എന്ന് പറയുന്നത് എന്താ? നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫൈബർ ഇതായതുകൊണ്ട് ഇതിന് തൊട്ട് മുകളിലുള്ള പോർഷൻ, അതായത് ഇപ്പൊ ഈ കാണുന്ന ഈ ഫ്ലാഞ്ച് ആണ് അതിന്റെ തൊട്ട് മുകളിലുള്ള ഏരിയ അല്ലെ. സോ അതിന്റെ ഏരിയ എന്ന് പറയുന്നത് 150 × 20. ഇനി അഗെയിൻ നമുക്ക് ഇനി y⁴ കണ്ടുപിടിക്കണം. y⁴ എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഏരിയയുടെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. കൺസിഡർ ചെയ്യുന്ന ഏരിയയുടെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലേക്ക് ന്യൂട്രൽ ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് y⁴.
അപ്പോൾ നമുക്ക് മുഴുവൻ ഈ ന്യൂട്രൽ ആക്സിസിൽ നിന്ന് ടോപ്പ് ഫൈബർ വരെ 170 ആണെന്ന് അറിയാം. ആൻഡ് ഇതിന്റെ സെൻട്രോയിഡ് റെക്ടാങ്കിൾ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ സെൻട്രോയിഡ് ഇതിന്റെ പകുതിയിലായിരിക്കും കിടക്കുന്നുണ്ടാവുക. 20/2 10-ലായിരിക്കും കിടക്കുന്നുണ്ടാവുക. സോ ഈ y ബാർ എന്നുള്ള ഡിസ്റ്റൻസ് നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം. 170 മൈനസ് 20/2 ഇസ് ഈക്വൽ ടു 160 mm. ഓക്കെ, അപ്പൊ നമ്മുടെ ഇക്വേഷനിൽ വേണ്ട കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഈ ഇക്വേഷൻ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? എഫ് എന്ന് പറയുന്നത് 10 × 10³ ഏരിയ എന്ന് പറയുന്നത് 3000, y ബാർ എന്ന് പറയുന്നത് 160, I എന്ന് പറയുന്നത് 176.3 × 10⁶, ആൻഡ് B is 150. അത് നമുക്ക് കാൽക്കുലേറ്റർ വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ വാല്യൂ കിട്ടുന്നത്? 0.181 Newton/mm². ഇതാണ് ബോട്ടം ഓഫ് ദ ഫ്ലാഞ്ചിലെ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത്. 0.181 Newton/mm². ഫ്ലാഞ്ചിന്റെ കേസ് കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകണം? ഈ വെബ് എടുക്കാൻ പോകണം. ഫ്ലാഞ്ചിന്റെ കേസ് എടുത്തു കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ വെബാണ് അനലൈസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ വെബ് നമ്മൾ രണ്ട് രീതിയിൽ കാണാണ്. ഒന്ന് വെബ് ഫ്ലാഞ്ച് ജംഗ്ഷൻ, അതായത് തൊട്ട് ഫിഗറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വെബും ഫ്ലാഞ്ചും, ഇവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട് അല്ലെ? ഈ ഒരു പോർഷനിൽ വെബിന്റെ ഈ ഒരു ഭാഗത്തെ ഷിയർ സ്ട്രെസ് ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, വെബിന്റെ ടോപ്പ് ഫൈബർ എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും അല്ലെ? അപ്പൊ ഈ ഒരു ഭാഗമാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ നമ്മൾ എടുക്കുന്നത് ന്യൂട്രൽ ആക്സിസ് ആണ്. ന്യൂട്രൽ ആക്സിസിന്റെ മുകളിലുള്ളതെല്ലാം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ആയിരിക്കും ന്യൂട്രൽ ആക്സിസിന്റെ താഴേക്കും. കാരണം എന്താണ്? ഇതൊരു സിമ്മട്രിക് സെക്ഷൻ ആണ് അല്ലെ? അപ്പൊ ന്യൂട്രൽ ആക്സിസിന്റെ മുകളിലുള്ള ഷിയർ സ്ട്രെസ് വേരിയേഷൻ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ അതിന്റെ അതേ മിറർ ഇമേജ് ആണ് ന്യൂട്രൽ ആക്സിസിന്റെ താഴേക്ക് ഉണ്ടായിരിക്കുക. അപ്പൊ നമ്മൾ വെബിൽ നമ്മൾ കാണുന്നത് ആദ്യം വെബ് ഫ്ലാഞ്ച് ജംഗ്ഷൻ ആണ്. ഈ ഒരു പോർഷൻ, ഈ ഒരു നിങ്ങൾ ഈ പോയിന്റർ മൂവ് ചെയ്യുന്ന ഭാഗം നോക്കുക, ഇതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് വെബിന്റെ ടോപ്പ് ഫൈബർ. അപ്പൊ ഇത് രണ്ടിന്റെയും ഇടയിലായിട്ടാണ് വരിക അല്ലെ? അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ കാണാൻ നോക്കാം. നമ്മുടെ ന്യൂട്രൽ ആക്സിസ് ഇതാണ്. ന്യൂട്രൽ ആക്സിസിൽ നിന്നുള്ള ആ ഡെപ്ത് ഹൈറ്റ് എന്ന് പറയുന്നത് 170, ആ ഫ്ലാഞ്ചിന്റെ തിക്നെസ് 20, അതിന്റെ വിഡ്ത്ത് 150, വെബിന്റെ തിക്നെസ് 10, ആൻഡ് നമ്മുടെ y ബാർ എന്ന് പറയുന്നതാണ് ഇപ്പൊ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് തന്നിട്ടുള്ള ഫോഴ്സ്, ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് 10 kN ആണ്. മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് ഹോൾ സെക്ഷന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ്. നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. 176.3 × 10⁶ എന്ന് പറഞ്ഞിട്ട്. ദെൻ വിഡ്ത്ത് എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്താ? വെബിന്റെ ടോപ്പ് ഫൈബർ ആണ്. വെബിന്റെ ടോപ്പ് ഫൈബർ, അതായത് വെബ് ഫ്ലാഞ്ച് ജംഗ്ഷൻ, അത് ഇവിടെയാണ് അല്ലെ? അപ്പൊ ഈ കേഴ്സർ മൂവ് ചെയ്യുന്ന ഈ ഒരു ഭാഗത്തെ വിഡ്ത്താണ് നമുക്ക് വേണ്ടത്. അത് എത്രയാണ്? 10 mm. ദെൻ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഈ ഫൈബറിന്റെ തൊട്ട് മുകളിലുള്ള പോർഷന്റെ ഏരിയ ആണ്. സോ ഈ ഒരു പേസ്റ്റൽ ഷെയ്ഡിൽ കാണുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, 150 × 20, വേറെ കളറിലാണല്ലോ, ഗ്രീൻ കളറിലല്ലാതെ കാണുന്നില്ലേ? ഈ ഒരു പോർഷൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഏരിയ. അപ്പൊ അതിന്റെ ഏരിയ എന്ന് പറയുന്നത് 150 × 20 എന്ന് നമുക്ക് കിട്ടി. ദെൻ നെക്സ്റ്റ് y ബാർ. y ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂട്രൽ ആക്സിസിൽ നിന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഏരിയയുടെ സെൻട്രോയിഡിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. അത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 170 മൈനസ് 20/2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? y ബാറും കിട്ടി. അപ്പൊ നമ്മുടെ ഇക്വേഷനിലുള്ള എല്ലാ ടേംസും ആയി അല്ലേ? f × a × y ബാർ ഡിവൈഡഡ് ബൈ I × b. ഇത് നമ്മൾ ഓരോന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാല്യൂ 2.722 Newton/mm² എന്ന് കിട്ടി. ഇത് എവിടുത്തെ വാല്യൂ ആണ്? ഈ ഒരു പോർഷനിലെ വാല്യൂ ആണ്. ഈ ഒരു പോർഷനിലെ വാല്യൂ ആണ് നമുക്ക് അങ്ങനെ കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വെബിന്റെ തന്നെ, ഇത് ന്യൂട്രൽ ആക്സിസ് വെബിലാണ് കിടക്കുന്നത് അല്ലെ? സോ ന്യൂട്രൽ ആക്സിസിലുള്ള ഫൈബർ ആണ് നമ്മൾ ഇനി കൺസിഡർ ചെയ്യാനായിട്ട് പോകുന്നത്. ന്യൂട്രൽ ആക്സിസിലെ കൺസിഡർ ചെയ്യുമ്പോൾ ഫിഗറിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ന്യൂട്രൽ ആക്സിസ്. ഓക്കെ, ഇനി അതിന്റെ ഓരോ നമുക്ക് എഴുതാം. എഫ് എന്ന് പറയുന്നത് അഗെയിൻ 10 ആണ്. ഐ നമുക്ക് നേരത്തെ കണ്ടുപിടിച്ചത് തന്നെ 176.3 × 10⁶. ഇനി വിഡ്ത്ത് എന്ന് പറയുന്നത് ന്യൂട്രൽ ആക്സിസിലാണ് ഫൈബർ അല്ലെ? അപ്പൊ ഇതേ കേഴ്സർ മൂവ് ചെയ്യുന്ന നോക്കുക, 10 mm തന്നെയാണ് ബി വരിക അല്ലെ? ഇനി ദെൻ ഏരിയ എന്താ വരിക? നമ്മൾ ഈ കൺസിഡർ ചെയ്യുന്ന ഫൈബറിന്റെ തൊട്ട് മുകളിലുള്ള പോർഷൻ. അപ്പൊ ഇത്രയും പോർഷൻ ഉണ്ട്. ഞാൻ രണ്ട് ഈ വെബിന്റെ ഈ ചെറിയൊരു പോർഷൻ വരും, ഈ ഫ്ലാഞ്ചിന്റെ ചെറിയൊരു പോർഷൻ വരും. കാരണം നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫൈബർ ഏതാണ്? ഇപ്പൊ ഈ കേഴ്സർ മൂവ് ചെയ്യുന്ന ഭാഗമാണ്. സോ അതിന്റെ മുകളിലുള്ള ഏരിയ മൊത്തം നമ്മൾ എടുക്കണം. അപ്പം 150 × 20 ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ഭാഗം കിട്ടി. 150 × 20 ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ഭാഗം കിട്ടും, പ്ലസ് ഈ ഒരു പോർഷൻ.
ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് 170 മൈനസ് 20 ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഡെപ്ത് കിട്ടി, അത് 150 ആണ് ഇൻറ്റു 10. അപ്പൊ ഈ ഒരു ഏരിയ, ഈ ഒരു ടി ഷേപ്പിൽ കാണുന്ന ഈ ഒരു ഏരിയ മുഴുവൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ക്ലിയർ ആണോ? ഇനി ഇതിന്റെ വൈ ബാർ എന്ന് പറയുന്നത് എന്താണ്? വൈ ബാർ എന്ന് പറയുന്നത് ന്യൂട്രൽ ആക്സിസിൽ നിന്ന് ഈ ഒരു ടി സെക്ഷന്റെ, ഇതിപ്പോ ഒരു ടി സെക്ഷൻ, ഐ സെക്ഷൻ ആണ്, അതിന്റെ പകുതി നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടി സെക്ഷൻ പോലെ ആയില്ലേ? ഈ ഒരു ടി സെക്ഷന്റെ ഏരിയയുടെ സെൻട്രോയിഡിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് വൈ ബാർ ന്യൂട്രൽ ആക്സിസിൽ നിന്ന്. അപ്പൊ അത് കാണണമെങ്കിൽ ഇപ്പൊ രണ്ട് ഫിഗർ ഉണ്ട് അല്ലെ, ഒരു ഫ്ലാഞ്ചും ഉണ്ട്, ഒരു വെബും ഉണ്ട്. ഇങ്ങനെ ഒരു ഫിഗർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ വൈ ബാർ കാണാനായിട്ട് ഒരു ഇക്വേഷൻ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? നേരത്തെ ഒന്നും നമുക്ക് അത് ആവശ്യം വന്നിരുന്നില്ല. കാരണം എന്തായിരുന്നു? നമ്മുടെ ഏരിയ ഒരു റെക്ടാങ്കിൾ മാത്രമായിട്ടായിരുന്നു. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഏരിയ ഒരു റെക്ടാങ്കിൾ മാത്രമായിരുന്നു. ഇപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഏരിയ ഒരു റെക്ടാങ്കിൾ മാത്രമല്ല, ഫ്ലാഞ്ച് പോർഷനും ഉണ്ട്, ഒപ്പം വെബ് പോർഷനും ഉണ്ട്. ഒരു ടി സെക്ഷൻ പോലെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന റെക്ടാങ്കിൾ. അതുകൊണ്ടാണ് അതിന്റെ വൈ ബാർ കാണാനായിട്ട് നമ്മൾ മുന്നേ പഠിച്ച ഒരു ഇക്വേഷൻ, അതായത് ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ച ഇക്വേഷൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. എന്തായിരുന്നു? a1y1 പ്ലസ് a2y2 ഡിവൈഡഡ് ബൈ a1 പ്ലസ് a2. ഓക്കെ, അപ്പൊ a1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 150 ഇൻറ്റു 20. ദെൻ y1 എന്ന് പറയുന്നത് എന്താണ്? y1 എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫിഗർ ആയി എടുക്കുന്നെങ്കിൽ ഇതിന്റെ സെൻട്രോയിഡിലേക്കുള്ള ഡിസ്റ്റൻസ് അത് എത്രയാണ്? 160. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അല്ലെ. ഈ ഒരു ഫസ്റ്റ് ഫിഗർ എടുക്കുകയാണെങ്കിൽ അതിന്റെ സെൻട്രോയിഡിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 170 മൈനസ് 20/2, അങ്ങനെയാണ് 160 വന്നത്. ദെൻ a2y2 എന്ന് പറയുന്നത് ഈ ഒരു പോർഷന്റെ 10 ഇൻറ്റു 150 ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഏരിയ കിട്ടി. എന്നിട്ട് ഇതിന്റെ സെൻട്രോയിഡിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ് വരുന്നത്? ഇതിന്റെ സെൻട്രോയിഡിലേക്ക് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇത്രയും ഭാഗം 150 ആണല്ലോ അല്ലെ. അപ്പൊ 150യുടെ പകുതിയിലായിരിക്കും കിടക്കുന്നുണ്ടാവുക. അങ്ങനെയാണ് 75 കിട്ടിയത്. ഡിവൈഡഡ് ബൈ a1 പ്ലസ് a2 നമുക്കറിയാം 4500. ഓക്കെ, അപ്പൊ ഈ y1 y2 കിട്ടിയത് എങ്ങനെയാണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ 160 ആണ് y1. അത് കിട്ടിയത് ഞാൻ ഒന്നുകൂടെ പറയാം, 170 മൈനസ് 20/2. ഓക്കെ, ഇതിന്റെ ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് പ്ലസ് ഇതിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് y2 എന്ന് എടുക്കുന്നത്. അത് 150/2. 150 എങ്ങനെയാണ് കിട്ടിയത്? 170 മൈനസ് 20 ചെയ്യുമ്പോൾ ഈ ഒരു ഹൈറ്റ് കിട്ടും. അതിന്റെ പകുതിയിലാണ് ഈ ഒരു വെബ് പോർഷനിൽ സെൻട്രോയിഡ് കിടക്കുക. അങ്ങനെയാണ് നമുക്ക് 75 കിട്ടിയത്. അങ്ങനെ ഈ ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വൈ ബാർ 131.67 ന്യൂട്ടൺ പെർ എം സ്ക്വയർ എന്ന് കിട്ടി. അപ്പൊ എല്ലാ വാല്യൂസ് ആയല്ലോ. ഇത് നമ്മൾ ടോ കാണാനുള്ള ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ടോ വാല്യൂ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് 3.36 ന്യൂട്ടൺ പെർ എം സ്ക്വയർ എന്ന് കിട്ടി. ഇനി ന്യൂട്രൽ ആക്സിസ് വരെയുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ ന്യൂട്രൽ ആക്സിസിന്റെ താഴോട്ട് ഇങ്ങനെ തന്നെയായിരിക്കും വേരി ചെയ്യുക. അപ്പൊ അതിന്റെ ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആവും. ഇവിടെ നോക്കാം, ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷനിൽ നമുക്ക് ഫസ്റ്റ് നമുക്ക് കിട്ടിയത് ടോപ്പ് ഫ്ലാഞ്ച് ആയിരുന്നു. ടോപ്പ് ഫ്ലാഞ്ചിലെ വാല്യൂ 0.181. ക്ലിയർ, നമുക്ക് നേരത്തെ കിട്ടിയ കാര്യമാണ്. വെബ് ഫ്ലാഞ്ച് ജംഗ്ഷനിൽ നമ്മുടെ വാല്യൂ 2.722 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ. ദെൻ ന്യൂട്രൽ ആക്സിസിലെ വാല്യൂ 3.36 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ. ഓക്കെ, ഇനി അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം ക്ലിയർ ആയിട്ട് ഞാൻ അവിടെ വരച്ചിട്ടുണ്ട്. നമുക്ക് തന്നിട്ടുള്ള ഐ സെക്ഷൻ ആണിത്. നമുക്ക് തന്നിട്ടുള്ള ഐ സെക്ഷൻ. ഇനി ടോപ്പ് ഫ്ലാഞ്ചില് അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരുന്നു അല്ലെ. ടോപ്പ് ഫ്ലാഞ്ച് അല്ല, ഇവിടെ ബോട്ടം ഫ്ലാഞ്ച് ആണ് കേട്ടോ. ഫ്ലാഞ്ചിന്റെ ബോട്ടം ആണ് ഉദ്ദേശിച്ചത്. ഞാൻ കറക്റ്റ് ചെയ്യാം. ടോപ്പ് ഫ്ലാഞ്ചിന് ഷിയർ സ്ട്രെസിന്റെ വാല്യൂ 0 ആണ്. ദെൻ ഈ ഒരു പോർഷനിൽ ഇതാണ് അതിന്റെ ബോട്ടം ഓഫ് ദ ഫ്ലാഞ്ച്. ഈ ബോട്ടം ഓഫ് ദ ഫ്ലാഞ്ചിൽ അതിന്റെ വാല്യൂ ആണ് 0.181. ഓക്കെ, അപ്പൊ അങ്ങോട്ട് നമുക്ക് 2 പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു പാരാബോളിക് ആയിട്ടുള്ളൊരു ലൈൻ വരയ്ക്കാം. ഓക്കെ, ഇനി വെബ് കിടക്കുന്നത് അതേ ലൈനിൽ തന്നെയല്ലേ. വെബിന്റെ ടോപ്പ് കിടക്കുന്നത് ഫ്ലാഞ്ചിന്റെ ബോട്ടത്തിലാണ്. സോ നമ്മുടെ വാല്യൂ 2.722. അപ്പൊ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് വരയ്ക്കാം, കാരണം ഒരേ ലൈനിലായതുകൊണ്ട്. നമ്മുടെ ബോട്ടം ഓഫ് ദ ഫ്ലാഞ്ചും ടോപ്പ് ഓഫ് ദി വെബും ഒരേ ലൈനിലല്ലേ വരിക. അതുകൊണ്ടാണ് നമ്മുടെ സ്ട്രെയിറ്റ് ലൈനിൽ വരച്ചത്. എന്താണ് വാല്യൂ? 2.722. ഇനി ന്യൂട്രൽ ആക്സിസിലെ വാല്യൂ ആണ് 3.36. ന്യൂട്രൽ ആക്സിസിലെ വാല്യൂ ആണ് 3.36. അപ്പൊ അങ്ങോട്ട് അഗെയിൻ പാരാബോളിക് വേരിയേഷൻ. അപ്പൊ ഇവിടം വരെയാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ളത്. ഇനി അതിന്റെ താഴോട്ട് ഇതിന്റെ മിറർ ഇമേജ് തന്നെയാണ് വരിക, കാരണം സിമ്മട്രി കാരണം ഇതിന്റെ താഴോട്ട് ഇതിന്റെ സെയിം വാല്യൂസ് തന്നെയാണ് വരുന്നത്. താഴോട്ട് നമ്മൾ വേറെ കണ്ടുപിടിക്കാനായിട്ട് നിൽക്കണ്ട, സെയിം കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലാണ് ഒരു ഐ സെക്ഷന്റെയും റെക്ടാങ്കുലർ സെക്ഷന്റെയും ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ വരയ്ക്കുന്നത്. ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു.
അപ്പോൾ നമ്മുടെ തിയറി ഓഫ് സ്ട്രക്ചേഴ്സിന്റെ കംപ്ലീറ്റ് പോർഷൻ നമ്മളിപ്പോൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനിയുള്ള ക്ലാസ്സുകളിൽ നമുക്ക് റിവിഷൻ ഒക്കെ ആയിട്ട് പോവാം. ഓക്കെ, കുറച്ച് ഹോംവർക്കുകളും ഒക്കെ ആയിട്ട് നമുക്കിനി ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും സംശയമുള്ള ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക, പേഴ്സണലി ചോദിക്കുക, പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.